ഹലോ മൈ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് റൂം. എല്ലാവരും ഉഷാറായിരിക്കുന്നു, പഠനം അടിപൊളിയായിട്ട് മുന്നേറുന്നു വിചാരിക്കുന്നു അല്ലേ? വെരി ഗുഡ്. അപ്പം നമ്മളിവിടെ ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൽ റാറ്റ് ട്രാപ്പിൻ്റെ ബാക്കി പോർഷനാണ് എടുക്കാൻ പോകുന്നത്, മൂന്നാമത്തെ പാർട്ട് അല്ലേ? ഓക്കെ, നമുക്കിത് ഈ ഒരു വീഡിയോ കൂടി തീർക്കാമോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്തായാലും നോക്കാം. ഓക്കെ, എനിക്ക് ഉറപ്പ് വരാൻ പറ്റില്ല. എന്തായാലും നമുക്ക് സമയം കളയണ്ട, തുടങ്ങാം. നമ്മൾ ലാസ്റ്റ് അവിടെ നിർത്തിയിരുന്നുണ്ടായിരുന്നു, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അതെ, നമ്മുടെ റാറ്റ് ട്രാപ്പ് സെല്ലർ എഡ്ല വിൽമൻസൺ എന്ന് പറയുന്ന അയൺ മാസ്റ്ററിൻ്റെ മോളുമായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അയൺ മാസ്റ്റർ ഒത്തിരി നിർബന്ധിച്ചു, പോയില്ല. ലാസ്റ്റ് മോള് വന്നു. എഡ്ല വിൽമൻസൺ ഓർത്ത് വയ്ക്കുക, അവരെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കേണ്ടിയിരിക്കുന്നു. അവരെ കുറിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പം അവരുടെ ആ കമ്പാഷനേറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ മാനറിസമാണ് ഈ റാറ്റ് ട്രാപ്പ് സെല്ലറിനെ അട്രാക്ട് ചെയ്തതും താൻ പോകാൻ തീരുമാനിച്ചതും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ കഷ്ടകാലത്തിനാണല്ലോ ഈ കാശൊക്കെ എടുത്തത്, അതുകൊണ്ട് എന്താ ഇപ്പോൾ വലിയൊരു ട്രാപ്പിൽ പെട്ടു. അങ്ങനെ അവൻ ചെയ്ത ആ ഒരു പ്രവൃത്തിയെ ശപിച്ചുകൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Now let's see what happened. The next day was Christmas Eve, and when the ironmaster came into the dining room for breakfast, he probably thought with satisfaction of his old regimental comrade whom he had run across so unexpectedly. Yes, അപ്രതീക്ഷിക്കാതെ തൻ്റെ കൂട്ടുകാരനെ കണ്ടുകിട്ടിയതിലെ സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ക്രിസ്മസ് ഈവ് ആണ്. അങ്ങനെ നമ്മുടെ അയൺ മാസ്റ്റർ പറയുകയാണ്, "First of all, we must see to it that he gets a little flesh on his bone," he said to his daughter, who was busy at the table. മകളോട് പറഞ്ഞു, ആദ്യം അവനക്ക് എന്തെങ്കിലും കഴിക്കാൻ നന്നായി കൊടുക്കണം. get some flesh on his body means അവനെ എന്തെങ്കിലും കൊടുത്തിട്ട് ആളെ ഒന്നും പുഷ്ടിയാക്കി എടുക്കണം. അത്രയും നമുക്കറിയാം റാറ്റ് ട്രാപ്പ് സെല്ലറിൻ്റെ സ്കെച്ച് എങ്ങനെയാണെന്ന് അല്ലേ? വെരി സ്കെൽട്ടൻ. then we must see that he gets something else to do than to run around the country sell rat traps. ഈ റാറ്റ് ട്രാപ്സ് ഇങ്ങനെ കൊണ്ട് നടന്ന് വിൽക്കണതല്ലാതെ എന്തെങ്കിലും നല്ലൊരു ജോലിയും അവനെ ശരിപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയൊക്കെ എല്ലാവരും ഡിസ്കഷൻ അച്ഛനും മോളും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. It is clear that things have gone downhill with him as badly as that, said the daughter. Last night I did not think there was anything about him to show that he had once been an educated man. അപ്പം മകൾ പറയുകയാണ്, എനിക്ക് മൊത്തത്തിൽ വിശ്വസിക്കാനേ കഴിയുന്നില്ല, ഇത്രയും ബാഡ്ലി ആയിട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ലൈഫിൽ ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചിട്ടൊന്നും അദ്ദേഹത്തെ ഒരു വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. "We must have patience, my little girl," said the father. "As soon as he gets clean and dressed up, you will see something different. Last night he was naturally embarrassed. The trap manners will fall away from him with the trap clothes. You must be patient, my dear." ഓക്കെ, നീ ക്ഷമിക്കൂ, ആദ്യം അവനൊന്ന് വൃത്തിയാവട്ടെ, അവനൊന്ന് ഉഷാറായി ഡ്രസ്സപ്പ് ചെയ്ത് വരുമ്പോൾ അവൻ്റെ ഈ ട്രാപ്പ് മാനേഴ്സും ഈ കച്ചറായിട്ടുള്ള ഈ മാനേഴ്സും ആ രീതികളെല്ലാം അവൻ്റെ ഈ കച്ചറ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ പോകും. അപ്പോൾ ആകെ മൊത്തം ആ ലുക്കും ബിഹേവിയറും മാനേഴ്സും കംപ്ലീറ്റ് ഇവരുടെ ഓൾഡ് ഫ്രണ്ടിൻ്റേതൊന്നും അല്ല. അപ്പോൾ അവനൊന്ന് ഡ്രസ്സപ്പ് അവനൊന്ന് ഉഷാറ് റീഫ്രഷ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം മാറും എന്ന് അച്ഛൻ മകളോട് പറയുകയാണ്. ജസ്റ്റ് ആസ് ഹി സെഡ് ദിസ്, the door opened and the stranger entered. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റാറ്റ് ട്രാപ്പർ വന്നു. Yes, now he was truly clean and well dressed. The valet had bathed him, cut his hair and shaved him. Moreover, he was dressed in a good looking suit of clothes which belonged to the ironmaster. He wore a white shirt and a starched collar and whole shoes. അപ്പോൾ നമ്മുടെ റാറ്റ് ട്രാപ്പ് സെല്ലർ നല്ല ചുറുക്കനായി സുമുഖനായി വന്നിരിക്കുകയാണ്. മുടിയൊക്കെ വെട്ടി കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, അയൺ മാസ്റ്റർ കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല എന്താ പറയുക, സ്റ്റിഫായി നിൽക്കുന്ന നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട്, ഹോൾ ഷൂസ് കംപ്ലീറ്റ് പാകമുള്ള നല്ലൊരു ഹോൾ ഷൂസ് എന്ന് പറഞ്ഞാൽ ഷൂസ് വിച്ച് പ്രോപ്പർലി ഫിറ്റഡ് ഷൂസ് ഒക്കെ ഇട്ട് അന്തസ്സായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. നൗ സീ ദ ട്വിസ്റ്റ്. But although his guest was now so well groomed, the iron master did not seem pleased. ഇത്രയും വൃത്തിയിലും വെടുപ്പിലും ഭംഗിയിലും ഗസ്റ്റ് വന്നു നിന്നിട്ടും why the iron master did not seem pleased? എന്തുകൊണ്ട് നമ്മുടെ അയൺ മാസ്റ്റർ ഒരു സന്തോഷവാനായി കാണപ്പെട്ടില്ല? ഇത്രയും വൃത്തിയിലും വെടുപ്പിലും അന്തസ്സിലും വന്നു നിന്നിട്ട് കൂട്ടുകാരനെ കണ്ടിട്ട് he didn't look happy. Why? He looked at him with puckered brow, and it was easy to understand that when he had seen the strange fellow in the uncertain reflection from the furnace, he might have made a mistake, but that now
When he stood there in broad daylight, it was impossible to mistake him for an old acquaintance. It was impossible to mistake him for an old acquaintance. Acquaintance means പരിചയക്കാരൻ. അപ്പം എൻ്റെ പണ്ടത്തെ പരിചയക്കാരനെ ഈ ഡേ ലൈറ്റിൽ എനിക്ക് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയില്ല. ഓക്കെ, അതായത് ഫർണേസിലെ ആ ഒരു തീച്ചൂളയുടെ ചെറിയ വെളിച്ചത്തിൽ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു. ബട്ട് നൗ ഐ ആം വെരി ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് മൈ ഫ്രണ്ട്. മൈ ഗുഡ്നസ്, വാട്ട് ഡസ് ദിസ് മീൻ? ഹി thundered. അലറി. എന്താണതൊക്കെ? വാട്ട്സ് ഹെൽ ഇസ് ഹാപ്പനിങ് ഹിയർ റൈറ്റ് നൗ? The stranger made no attempt to dissimulate. He saw at once that the splendor had come to an end. നമ്മുടെ സെല്ലർ കുറുക്കൻ എന്ത് ചെയ്തു? ഒന്നും പറയാൻ പോയില്ല. ഡിസിമുലേറ്റ്. ഹി നെവർ മെയ്ഡ് ആൻ അറ്റംപ്റ്റ് ടു ഡിസിമുലേറ്റ്. അതൊന്നും തിരുത്താനോ സംസാരിക്കാനോ ഒബ്ജക്റ്റ് ചെയ്യാനോ ഒന്നും പോയില്ല. മാത്രമല്ല വേറൊരു ലഡു പൊട്ടാൻ പോണ പോലെ മനസ്സിലായി. ഈ സ്പ്ലെൻഡർ, ഈ ഒരു എന്താ പറയുക, ഈ ഒരു ലക്ഷറീസൊക്കെ ഇപ്പം തകർന്ന് വീഴുമെന്ന് ആൾക്ക് പിടികിട്ടി. It's not my fault, sir, he said. I never pretend to be anything but a poor trader, and I pleaded and begged to be allowed to stay in the forge. But no harm has been done. At first, I can put on my rags again and go away. പറഞ്ഞു, ഇത് എൻ്റെ മിസ്റ്റേക്കല്ല. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല. ഞാൻ ആ കൂടി റിക്വസ്റ്റ് ചെയ്തത് ഒരു രാത്രി അവിടെ തങ്ങാനായിരുന്നു, അതും ഫോൾസിൽ. ബട്ട് നിങ്ങളെന്നെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നു, ഇതെല്ലാം ചെയ്യിപ്പിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല, പാവം ഞാൻ. ഓക്കെ, ബട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എനിക്ക് വീണ്ടും എൻ്റെ പഴയ വസ്ത്രം എടുത്തിട്ടിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. പ്ലീസ് ലെറ്റ് മീ ഗോ നൗ. ദാറ്റ്സ് ഇറ്റ്. ആൾക്ക് ടെൻഷനാണ്, ഇവിടെ എങ്ങനെയും പോയാൽ മതി എന്നാണല്ലോ അല്ലേ. Well, said the ironmaster, hesitating a little. It was not quite honest either. You must admit that, and I should not be surprised if the sheriff would like to have something to say in the matter. Yes, now the ironmaster is thinking, okay, let's call the police. The tramp took, ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഹോണസ്റ്റ്, ഓഫ് കോഴ്സ്. എല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം അല്ലേ. ആളെന്താ വിചാരിച്ചത്? കിട്ടുന്നതാണ് കിട്ടിക്കോട്ടെ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കൊടുത്തതാണ്. The tramp took a step forward and struck the table with his foot. രണ്ടടി മുന്നോട്ട് എന്നിട്ട് പറഞ്ഞു ഒരു സിനിമാറ്റിക് ഡയലോഗ്. Now I am going to tell you. ഓക്കെ, നമ്മുടെ സ്റ്റെല്ലർ പറയാണ്, Now I am going to tell you, Mr. Ironmaster, how things are, he said. Who? The rat trap seller. This whole world is nothing but a rat trap. Listen me. Well, listen me. I'm telling you, the whole world, the entire world is nothing but a big rat trap. It's nothing but a big rat trap. All the good things are offered to you are nothing but cheese rings and bits of pork set out to drag a poor fellow into trouble. Whatever you're seeing in this world, whatever you have in this world, all are baits, like a piece of pork or rings of cheese. Okay, these are the baits, whatever you have now. And the fellow, the poor fellow, the human being are attracted to these baits, and once they would caught by these baits. And if the sheriff comes now and locks me up for this, then you, Mr. Ironmaster, must remember that a day may come when you yourself may want to get a big piece of pork, and then you will get caught in the trap. Okay, let the policeman come and let them lock up me, but you have to think one thing, Mr. Ironmaster. There is one day will come to you with the big piece of bait. What is that? A pork. And you will be attracted by the baits and you will be caught up. This is the words from the rat trap seller. Then the ironmaster most probably, what is this? Is it that drama? Anyway, the ironmaster began to laugh. That was not so badly said, my good fellow. Perhaps we should let the sheriff alone on Christmas Eve. But now, get out of from here as fast as you can. Can you please clear out now? Please. Okay, I agreed. Big words, big thoughts. But now, okay, this is Christmas Eve. It's a good day. I don't want to spoil the day. Can you please clear out now as fast as you can? This is from the ironmaster. But just as the man was opening the daughter said, I think he ought to stay with us today. I don't want him to go. And with that she went and closed the door.
But suddenly the lady came, Edla Wilmanson, the daughter of the Iron Master, and he said, I think he has to stay with us today, at least for today, because this is Christmas Eve and we are the one invited him. Then it's not a good thing that you are get outing a person that we are invited for the Christmas cheer. Yes, this was from the Edla Wilmanson. So ഇവിടെ എഡ്ല വിൽമൻസിന് പറഞ്ഞു പറ്റില്ല, ഇവിടെ നിർത്തണം. What in the world are you doing? Said the father. What are you doing, Edla? Are you okay? Are you incensed? What are you doing? It's a stranger. The daughter stood there quite embarrassed and hardly know what to answer. അവിടെ നിന്നു എന്താ പറയേണ്ടതെന്ന് ഒരു ആൻസർ ഒന്നും ഇല്ലെന്നു. That morning, but she is അവർ ഉറച്ച തീരുമാനത്തിലായിരുന്നു ഈ പെഡ്ലറിനെ അവിടെ നിർത്തണമെന്നുള്ളതിൽ. That morning she had felt so happy when she thought how home-like and Christmassy she was going to make things for the poor hungry wretch. അപ്പം നമ്മുടെ എഡ്ല വളരെ ഹാപ്പിയാണ്, കാരണം ഷി വാസ് പ്ലാനിങ് ഹൗ ടു മേക്ക് ദ ക്രിസ്മസ് ഷിയർ ഫോർ ഹിം. ബിക്കോസ് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മുടെ ഫ്രണ്ടല്ല, അപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ആരുമില്ലാത്തവനാണ്, ഒരു വെഗാബോണ്ടാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഇവനെ എത്രമാത്രം ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും ഈ ഒരു ദിവസം കൊണ്ട്. സിൻസ് ദ മോർണിംഗ് ഷി വാസ് പ്ലാനിങ് ഹൗ കുഡ് മേക്ക് ഹിം ഹാപ്പി. ദിസ് പെഡ്ലറിനെ എങ്ങനെ എത്രമാത്രം ഹാപ്പി ആക്കാൻ പറ്റും, അതിനുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. ഷീ കുഡ് നോട്ട് ഗെറ്റ് അവേ ഫ്രം ദ ഐഡിയ അറ്റ് ഓൾ വൺസ് ആൻഡ് ദാറ്റ് വാസ് വൈ ഷീ ഹാഡ് ഇൻട്രസ്റ്റ് ഫോർ ദ ബെഗർ ബാൻഡ്. യെസ്, അപ്പം ഈ ഒരു മനുഷ്യന് ഈ ഒരു വെഗാബോണ്ടാണല്ലോ, അപ്പോൾ അവന് എത്രമാത്രം ഹാപ്പിനെസ് എനിക്ക് കൊടുക്കാൻ പറ്റും അത്രയും ഞാൻ കൊടുക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് അവനക്ക് വേണ്ടി മധ്യസ്ഥത നിന്നത്. ഐ ആം തിങ്കിങ് ഓഫ് ഹിസ് stranger here, said the young girl. He walks and walks the whole year long, and there is probably not a single place in the whole country where he is welcome and can feel at home. Yes, it's so strange, no? ഈ റാറ്റ് വെക്കാൻ വേണ്ടി കണ്ട ലോകം മൊത്തം, ഈ രാജ്യം മൊത്തം കറങ്ങിയിട്ടും അലഞ്ഞു നടന്നിട്ടും ഒരു സിംഗിൾ പ്ലേസ് പോലും കിട്ടിയില്ലല്ലോ ഇയാൾക്കൊരു ഒരു വെൽക്കമിങ് കൊടുക്കാൻ. ഇറ്റ്സ് സോ സ്ട്രേഞ്ച് ഫോർ ഹെർ, ഇറ്റ്സ് ഫീൽ സോ സ്ട്രേഞ്ച്. Wherever he turns, he is chased away. Always he is afraid of being arrested and cross-examined. I should like to have him enjoy a day of peace with us here, just one in the whole year. Yes, of course അവനും ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല എവിടെയും പോയി നിൽക്കാനൊന്നും. ബിക്കോസ് ഈ ഒരു പേടിയുണ്ട്, എന്നെ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമോ എന്നൊക്കെ ആൾ ഓൾറെഡി ടെൻസ്ഡ് ആണ്. അപ്പോൾ ഇവർ പറയാണ് ഈ ഒറ്റ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു നല്ലൊരു ഹാപ്പിനെസ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സന്തോഷമുള്ള ഒരു ഹോം ഡേ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ കഴിയും. The Iron Master mumbled something in his beard. He could not bring himself to oppose her. അങ്ങനെ എല്ലാം കൂടി ഇവളുടെ എക്സ്പ്ലനേഷനും ഇവളുടെ ഈ ഒരു ബ്രീച്ചൊക്കെ കൂടി കേട്ടപ്പോൾ ഇയാൾക്ക് എതിർക്കാൻ പറ്റിയില്ല, അവർക്ക് അച്ഛനെ എതിർക്കാൻ പറ്റിയില്ല. ഇറ്റ് വാസ് ഓൾ എ മിസ്റ്റേക്ക് ഓഫ് കോഴ്സ്, ഷീ കണ്ടിന്യൂഡ്. ബട്ട് എനിവേ ഐ ഡോണ്ട് തിങ്ക് വി ought to chase away a human being whom we have asked to come here and to whom we have promised Christmas cheer. Yes, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ശരിയാണ്, ഇതൊരു മിസ്റ്റേക്ക് തന്നെയാണ്, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളെ വീട്ടിൽ വെച്ചിരുത്തുക എന്നുള്ളതൊക്കെ. ബട്ട് നമ്മളായിട്ട് ക്ഷണിച്ചു കൊണ്ട് വന്നതല്ലേ, അപ്പോൾ ഒരു ദിവസത്തെ ആ ക്രിസ്മസിൻ്റെ ഒരു സന്തോഷം നമുക്ക് അവർ കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മകള്. You do preach worse than a person, said the Iron Master. I only hope you won't have regret this. Okay, അച്ഛൻ പറഞ്ഞേ നിനക്ക് പാസ്റ്റർമാരെക്കാൾ അടിപൊളിയായിട്ട് പ്രീച്ച് ചെയ്യാൻ പറ്റും, അതെനിക്കറിയാം, ആൾക്കാരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഐ അഗ്രീഡ്. ബട്ട് നീ ഒരിക്കലും ഇതിനെക്കുറിച്ച് റിഗ്രറ്റ് ആവരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഇതൊരു അബദ്ധമായി എന്ന് തോന്നരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ അച്ഛൻ. The young girl took the stranger by the hand and led him up to the table. Now sit down and eat, she said, for she could see that her father had given in. Okay, അപ്പോൾ മനസ്സിലായി അച്ഛൻ്റെ സമ്മതം കിട്ടിയെന്ന്. ഇയാളെ വിളിച്ചിരുന്നു, ഭക്ഷണമൊക്കെ കൊടുത്തു. The man with the rat trap said not a word. He only sat down and helped himself the food. Time after time he looked at the young girl who had interceded for him. Why had she done it? What could the crazy idea be? ഒക്കെ ഒരു അക്ഷരമില്ലാതെ ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇല്ല യങ് ലേഡീനെ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ചെയ്തത്, എന്തായിരിക്കും നെക്സ്റ്റ്, എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം, എന്തിനാണ് എനിക്ക് വേണ്ടി മധ്യസ്ഥ പറഞ്ഞത്, എന്തായിരിക്കും അവളുടെ ഐഡിയ, ഇതെല്ലാം ഒരുപാട് തോട്ട്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെഡ്ലറിൻ്റെ കയ്യിൽ. Why he is uncomfortable? Because he has the money, the stolen money with him, right? Yes, and he is staying with an ex-military man, of course. So എന്തായാലും ആൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, there is no doubt about it. After that Christmas Eve, Fatrandio passed just as it always had. Okay,
The stranger did not cause any trouble because he did nothing but sleep. The whole forenoon he lay on the sofa in one of the guest room and slept at one stretch. At noon they woke up. ഒക്കെ ഈസി എക്സ്പ്ലനേഷൻ ആണ്, നമുക്ക് അറിയുന്ന രീതിയിലാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പെഡ്ലറിനെ കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ബിക്കോസ് ആളൊന്നും ചെയ്തില്ല, ഉറങ്ങില്ലാതെ വേറൊന്നും ചെയ്തില്ല. അങ്ങനെ കിടന്നുറങ്ങി, ഒരുപാട് ഉറങ്ങി, എഴുന്നേറ്റു. അങ്ങനെ ചെറിയ ചെറിയ അവരുടെ ആ ഒരു ഡേ എങ്ങനെയാണ് അവിടെ സ്പെൻഡ് ആകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. Wake him up so that he could have his share of good Christmas fare. But after that he slept again. It seemed as though for many years he had not been able to sleep as quietly, as safely as here in Ramyo. Yes. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് രണ്ടാമത് ഉറങ്ങുമ്പോൾ നമുക്ക് തോന്നുന്ന വെച്ചാൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു സൗണ്ട് സ്ലീപ്പ് ഇയാൾക്ക് ഇതിനു മുന്നേ കിട്ടിയിട്ടില്ലല്ലോ എന്ന് തോന്നിപ്പോകും. In the evening when the Christmas tree was lightened, they woke up again and stood for a while in the drawing room, blinking as though the candlelight hurt him. But after that he disappeared again. 2 hours later he was aroused once more. He then had to go down to the dining room and eat the Christmas fish and porridge. As soon as they got up from the table, he went around to each one present and said thank you and good night. But when അപ്പം ഈ ക്രിസ്മസ് ഈവിലെ ഫുഡൊക്കെ എല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരുടെ അടുത്തും പോയി ഗുഡ് നൈറ്റ് ഈച്ച് വൺ ഓരോ അടുത്തും പോയിട്ട് താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു. ബട്ട് വെൻ ഹി കെയിം ടു ദ യങ് ഗേൾ ഷീ ഗേവ് ഹിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് വാസ് ഹെർ ഫാദേഴ്സ് ഇൻറ്റൻഷൻ ദാറ്റ് ദ സ്യൂട്ട് വിച്ച് ഹി വോർ വാസ് ടു ബി എ ക്രിസ്മസ് പ്രസൻറ്റ്. ഹി ഡിഡ് നോട്ട് ഹാവ് ടു റിട്ടേൺ ഇറ്റ്. ആ ലേഡി പറഞ്ഞു ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ സ്യൂട്ടെന്ന് ഈ ഡ്രസ്സ് എൻ്റെ അച്ഛൻ്റെ ഒരു ഐഡിയ ആയിരുന്നു, എനിക്കൊരു ഗിഫ്റ്റാണത്, ക്രിസ്മസ് ഗിഫ്റ്റാണ്, യു വോണ്ട് ഹാവ് ടു ഗിവ് ഇറ്റ് ബാക്ക്. ആൻഡ് ഇഫ് ഹി വാണ്ടഡ് ടു സ്പെൻഡ് നെക്സ്റ്റ് ക്രിസ്മസ് ഈവ് ഇൻ എ പ്ലേസ് where he could rest in peace and be sure that no evil would befall him. See how beautiful words. എത്ര മനോഹരമായിട്ടുണ്ട്. നിൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റാണ്, പിന്നെ നല്ലൊരു വിഷും ഫ്യൂച്ചർ ഒരു സൂപ്പർ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഈവൊക്കെ വിഷ് ചെയ്തിട്ടാണ് ഇവരിവിടെ പറയുന്നത്, നമ്മുടെ ലേഡി പറയുന്നത്. ഹി വുഡ് ബി വെൽക്കംഡ് ബാക്ക് അഗെയിൻ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഇനിയും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രിസ്മസ് ഈവ്. If you are looking for a Christmas Eve, such a beautiful, peaceful, you can come back. When the rat trap did not answer anything to the man with the rat traps did not answer anything to this. He only stared at the young girl with boundless amazement, endless amazement. നോക്കി അത്ഭുതത്തോടു കൂടി ഈ യങ് ഗേളിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. The next morning the iron master and his daughter got up in good season to go to the early Christmas service. Their guest was still asleep and they did not disturb him. Okay, അപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് ആയി അവർ പോയി, പിന്നെ ചർച്ചിൽ ഓരോ ഇതുണ്ടാവുമല്ലോ ക്രിസ്മസിൻ്റെ ഒക്കെ, അപ്പം ആ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇയാൾ കിടന്ന് ഉറങ്ങണ കാരണം ഇയാളെന്നൊന്നും വിളിച്ചില്ല, അവർ പോയി. When about 10 o'clock they drove back from the church, the young girl sat and hung her head even more dejectedly than usual. At church she had learned that one of the old crofters of the ironworks had been robbed by a man who went around selling rat traps. കിട്ടി, പണി കിട്ടിയോ എന്ന് അപ്പം മനസ്സിലായി. ഈ ഗേൾ അറിഞ്ഞു, ഒരു ഈ എലിക്കണി വിൽക്കുന്ന ഒരു മനുഷ്യൻ കുറച്ച് പൈസ അടിച്ചു മാറ്റി പോയിട്ടുണ്ട് ഒരു ക്രോഫ്റ്റ് ഉണ്ടാക്കുന്നുള്ള ന്യൂസ് നമ്മുടെ ലേഡിയുടെ ചുവട്ടിലെത്തി. യെസ്, ദാറ്റ് വാസ് എ ഫൈൻ fellow you let into the house, said her father. I only wonder how many silver spoons are left in the cupboard by this time. Yes, now the father raised his voice. Okay, ഇനി ഒന്നും പറയണ്ട, no more explanation. He is the man. This is the man that in our house you are welcoming, you are treating this rat trap seller. He is a thief. He theft some money from the crofter. So let's see what left in our house. Go fast, yalla. Okay, yes, the wagon means the vehicle had hardly stopped at the front steps when the iron master asked the valet whether the stranger was still there. ഇവർ തിരിച്ച് അതേ സ്പീഡിൽ വന്നു വണ്ടി നിർത്തിയില്ല. അപ്പോഴത്തേക്ക് അയാൾ ചാടിയിട്ട് ആ ചെങ്ങായി ഇവിടെ ഉണ്ടോ അതോ സ്ഥലം വിട്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു. ആര്? നമ്മുടെ അയൺ മാസ്റ്റർ. വെരി ഫണി സീനിൽ.
എനിക്ക് നമ്മുടെ ജഗദീനെയാണ് ഓർമ്മ വരുന്നത്. ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, വണ്ടിയിൽ ചാടി ഇറങ്ങിയിട്ടുള്ള ഒരു സീനൊക്കെ അതുപോലെ അല്ലേ. നമ്മുടെ അയൺ മാസ്റ്റർ ചാടി ഇറങ്ങി ചോദിക്കുക അയാൾ ഇവിടെ ഉണ്ടോ എന്ന്, സ്ഥലം കാലിയൊക്കെയോ. He added that he had heard at church that the man was a thief. The valet answered that the fellow had gone and that he had not taken anything with him at all. On the contrary, he had left behind a little package which Miss Wilmanson was to be kind enough to accept as a Christmas present. Yes, the guy, he left already. Valet അവിടെ സർവീസ് നമ്മുടെ ഹെൽപ്പർ പറഞ്ഞു, യെസ് ദ ഗായ് ഹി ലെഫ്റ്റ് ഓൾറെഡി, അയാൾ പോയല്ലോ. പക്ഷേ അയാൾ ഒന്നും എടുത്തിട്ടില്ല. ചെറിയൊരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ വിൽമാൻസിന് വേണ്ടിയിട്ടൊരു ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞിട്ട്. ദ ഗേൾ ഓപ്പൺ ദ പാക്കേജ് which was so badly done up that the contents came into view at once. She gave a little cry of joy. She found a small rat trap, and in it lay 3 wrinkled 10-kroner notes. But that was not at all. In the rat trap lay also a letter written in large jagged ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് അത് ഒരു ഡിസോർഡറിലാണ് ഇയാൾ വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ പെട്ടെന്ന് നോട്ടത്തിൽ എന്താ ഗിഫ്റ്റ് ഒന്നും മനസ്സിലാവില്ല. അത് അഴിച്ചു നോക്കിയപ്പോഴത്തേക്കുമ്പോഴേക്കും ഒരു റാറ്റ് ട്രാപ്പ് ഉണ്ട്. പിന്നെ മോഷ്ടിച്ച ആ 3 പിന്നെ നോട്ടുകൾ, ചുക്കിച്ചുളുങ്ങിയ കാശ് കറൻസീസ് ഉണ്ട്. അത് മാത്രമല്ല ഒരു ലെറ്ററും കൂടിയുണ്ട്. സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി നമ്മുടെ ലേഡി എഡ്ല വിൽമാൻസൺ. ഇനി എന്താണ് ആ ലെറ്ററിലുള്ളതെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓണേർഡ് ആൻഡ് നോബിൾ മിസ്, സിൻസ് യു ഹാവ് ബീൻ സോ നൈസ് ടു മീ ഓൾ ഡേ ലോങ് ആസ് ഇഫ് ഐ വാസ് എ ക്യാപ്റ്റൻ, ഐ വാണ്ട് ടു ബി നൈസ് ടു യു ഇൻ റിട്ടേൺ as if I was a real captain, for I do not want you to be embarrassed at this Christmas season by a thief. But you can give back the money to the old man on the roadside who has the money pouch hanging on the window frame as a bait for poor wanderers. The rat trap is a Christmas present from a rat who would have been caught in this world's rat trap if he had not been raised to captain, because in that way he got power to clear himself. Written with friendship and high regard, Captain Von Stanley. See how beautifully the rat trap seller wrote here, right? ഈ ലേഡിക്ക് എഴുതിയിരിക്കുകയാണ്, സിൻസ് യു ഹാവ് ബീൻ സോ നൈസ് ടു മീ ഓൾ ഡേ ലോങ്. യെസ്, എന്നോട് എത്രമാത്രം എന്തൊരു നൈസായിട്ടാണ് നിങ്ങൾ പെരുമാറിയത്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഒരു തീഫായിട്ട് നിങ്ങളോട് പെരുമാറാൻ പറ്റില്ല. ഞാൻ എൻ്റെ മാക്സിമം നൈസ്, അതേ സെയിം വേ ഐ ഷുഡ് ഗിവ് യു ബാക്ക്. എന്നെ അതുപോലെ തന്നെ ഈ കാശ്, ഞാൻ എടുത്ത ക്യാഷ് അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അത് അയാളുടെ ജനലിൻ്റെ അവിടെ ഒരു ബാഗ് ഉണ്ട്, അതിൽ കുറച്ച് കാശ് ഈ വഴി പോണ ആൾക്കാർക്കൊക്കെ എടുക്കാൻ പാകത്തിനായിട്ട് അവിടെ കാശ് തൂങ്ങിയിരിക്കണം, അയാൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയാണ്, ദ റാറ്റ് ട്രാപ്പ് ഈസ് എ ക്രിസ്മസ് ഗിഫ്റ്റ് ഫ്രം എ റാറ്റ്. ഒരു എലിയിൽ നിന്നുള്ളൊരു ക്രിസ്മസ് ഫ്രം എ റാറ്റ്. ഹു ഈസ് ദ റാറ്റ് ഹിയർ? യെസ്, ദ റാറ്റ് ട്രാപ്പ് സെല്ലർ ഹു വുഡ് ഹാവ് ബീൻ കോട്ട് ഇൻ ദിസ് വേൾഡ്സ് റാറ്റ് ട്രാപ്പ്. ഈ ലോകമാകുന്ന റാറ്റ് ട്രാപ്പിൽ കൊടുക്കപ്പെട്ട ഒരു എലിയുടെ ഒരു ചെറിയ സമ്മാനമാണ് ഈ റാറ്റ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഇഫ് ഹി ഹാഡ് നോട്ട് ബീൻ റേസ്ഡ് ടു ക്യാപ്റ്റൻ, ബിക്കോസ് യെസ്, പിന്നെ അറിയാതെയാണെങ്കിലും ഹി റേസ്ഡ് ടു ബി എ ക്യാപ്റ്റൻ അല്ലേ, ഒരു ക്യാപ്റ്റനായിട്ട് അദ്ദേഹം മാറി, അങ്ങനെ ട്രീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇൻ റിയൽ ലൈഫ് ആ ഒരു ക്വാളിറ്റി അയാൾക്ക് കിട്ടി, എല്ലാം തിരിച്ചു കൊടുത്തു. നോ തെഫ്റ്റ്, നത്തിങ്, ബിക്കോസ് ഇൻ ദാറ്റ് വേ ഹി ഗോട്ട് പവർ ടു ക്ലിയർ ഹിംസെൽഫ്. യെസ്, I got an opportunity, or you gave me the power to clear myself. You gave me that opportunity and you taught me how to be a real human being. So you awakened me the real man inside me. Who? This Edla Wilmanson. അപ്പം പഠിപ്പിച്ചു, നീ എന്നെ ഉണർത്തി, എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശരിയായ എന്നെ നീ ഉണർത്തി. യെസ്, സോ അത് ഇത്ര വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അയാൾ ആ ലെറ്റർ റിയൽ ക്യാപ്റ്റൻ്റെ നെയിമിലാണ് എഴുതിയിരിക്കുന്നത്. റിട്ടേൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഹൈ റിഗാർഡ് ക്യാപ്റ്റൻ വോൺസൽ. അപ്പോൾ എഴുതിയിരിക്കുക ആളുടെ പേര്, സിഗ്നേച്ചർ കൊടുത്തിരിക്കുന്നത് റിയൽ ക്യാപ്റ്റൻ്റെ പേരിൽ തന്നെയാണ്. അതായത് അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? യെസ്, ഇനി പഴയ റാറ്റ് ട്രാപ്പ് സെല്ലറില്ല, ആ അഴുക്കനായ പിന്നെ കുറുക്കനായ റാറ്റ് ട്രാപ്പ് സെല്ലറില്ല, ഡീസൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റനെ പോലെ തന്നെ ബിഹേവ് ചെയ്യാൻ പാകമായ ഒരു റാറ്റ് ട്രാപ്പ് സെല്ലറിനെയാണ് നമുക്ക് ലാസ്റ്റ് കാണാൻ കഴിയുന്നത്. അതെങ്ങനെ സംഭവിച്ചു? യെസ്, ഒരു നല്ല ഒരു ലേഡിയുടെ
കമ്പാഷനേറ്റീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനറിസം പെരുമാറ്റത്തിലൂടെയും സ്നേഹത്തിലൂടെയും ആ ഒരു ഷെയറിങ്ങിലൂടെയാണ് അവിടെ മാറ്റം സംഭവിച്ചത്. ഇത് തന്നെയാണ് ഈ സ്റ്റോറിയുടെ തീം എന്ന് പറയുന്നത്, മെസ്സേജ് എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ എങ്ങനെ പരുക്കനായ എങ്ങനെ ബാഡായിട്ടുള്ള ആൾക്കാരെയും നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ച് കിട്ടുക. ഈ ലേഡി എന്താണ് അവിടെ സെർവ് ചെയ്തത്? ആ സ്നേഹവും ആ കരുണയും വിശ്വാസവും ഫ്രണ്ട്ഷിപ്പും കമ്പാഷനും ഒക്കെയാണ് അവിടെ സെർവ് ചെയ്തത്. അപ്പോൾ അതിലൂടെ അയാൾക്ക് മാറാനും പറ്റി. ഇത് റിയൽ ലൈഫിലും സാധ്യമാകുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു സ്റ്റോറിയാണ് അല്ലേ റാറ്റ് ട്രാപ്പ് സെല്ലർ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ സ്റ്റോറി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നന്നായി വിശദമായിട്ട് 1, 2, 3 തവണ വ്യക്തമായിട്ട് നല്ല ക്ലിയർ ആയിട്ടൊന്ന് വായിക്കുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. ഓക്കെ, നമ്മുടെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റോറി കേൾക്കണ ലാഘവത്തോടു കൂടിയായിരിക്കും നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ സ്റ്റോറി നിങ്ങൾ കേട്ട ഒരു ഇത് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് വേർഡ്സും കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം ജസ്റ്റ് ഒരു മിനിമം ഒരു 3 ടൈംസ് എങ്കിലും വായിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് സ്വയം എഴുതാൻ പറ്റും കേട്ടോ, എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് സ്റ്റോറി ദ റാറ്റ് ട്രാപ്പ് സെല്ലർ. ആക്ച്വലി ഐ ലൈക്ക് ഇറ്റ്. എനിഹൗ വിൽ കം വിത്ത് അനദർ സ്റ്റോറി. ഓക്കെ, ഞാൻ അടുത്ത സ്റ്റോറി ആയിട്ട് വരാം, അടുത്ത ചാപ്റ്റർ ആയിട്ട് വരാം. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ വിത്ത് മീ. ബൈ.